പഠിപ്പുര മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഗുണന രീതികൾ എന്ന പാഠഭാഗത്തിലെ ചതുര രീതികൾ എന്ന ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നാ ക്വസ്റ്റ്യൻ, ചുവടെയുള്ള ഗുണനഫലങ്ങൾ കണക്കാക്കുക. ചുവടെയുള്ള ഗുണനഫലങ്ങൾ കണക്കാക്കുക. ഏത് രീതിയാണ് ഉപയോഗിക്കുന്നത്? ചതുര രീതികൾ. ടെക്സ്റ്റ് ബുക്കില് മുത്തുകൾ ഉപയോഗിച്ചിട്ട് ഗുണന രീതികൾ പഠിക്കാനുണ്ട് എന്ന് ക്ലാസ് ടീച്ചർ പറഞ്ഞു തരും. ഇവിടെ ഞാൻ ചതുരം വരച്ചിട്ട് എങ്ങനെയാണ് ഗുണനം ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ശ്രദ്ധിച്ചോ, 18 ഗുണിക്കണം 12 അല്ലെ? 18 ഗുണിക്കണം 12 അല്ലെ? ഇത് സാധാരണ എല്ലാവർക്കും ചെയ്യാൻ അറിയാം. എന്നാൽ ചതുരം വരച്ചിട്ട് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ചതുരം വരച്ചു. കണ്ടോ, ആദ്യം ഒരു ചതുരം വരച്ചു. എന്നിട്ടോ ഈ 18 ഇവിടെ എഴുതി, ഈ 12 ഇവിടെ എഴുതി. മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യണം? നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, 18 നമ്മൾ രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ രണ്ട് പാർട്ടായിട്ട് മുറിക്കുന്നുണ്ട്. 18 നമ്മൾ എങ്ങനെ എഴുതല്? 18 സമം 10 കൂട്ടണം 8 അല്ലേ? 10 കൂട്ടണം 8 ആണ് 18. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഇങ്ങനെ മുറിച്ചിട്ട് ഇവിടെ 10 എഴുതാം, ഇവിടെ 8 എഴുതാം അല്ലേ? ഈ ചതുരത്തിന് രണ്ട് സമഭാഗങ്ങളാക്കി ഒരു കോളം തന്നത് 10 മറ്റേ കോളം തന്നത് 8. ഇവിടെയോ അതേപോലെ 12 നമുക്ക് എങ്ങനെ എഴുതാം? 12 സമം 10 കൂട്ടണം 2 അല്ലേ? 12 അങ്ങനെ എഴുതല്. അതേപോലെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെയും സമഭാഗം ചെയ്തു. ഇവിടെ എത്ര എഴുതി? 10 എഴുതി, ഇവിടെ 2 എഴുതി. ഇവിടെ ഒന്നും കൂടെ ഈ ചതുരം വരക്കുക. എന്നിട്ടോ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തു? 4 ഭാഗമായിട്ട് മുറിച്ചു അല്ലേ? നേരത്തെ ചെയ്ത പോലെ ഇവിടെ 10 എഴുതി, 8 എഴുതി, ഇവിടെ 10 എഴുതി, ഇവിടെ 2 എഴുതി. ഇനി എങ്ങനെ ഗുണിക്കേണ്ടത് വെച്ചാല്, ഈ കളത്തിന് നേരെയുള്ള 10ഉം ഇതേ കളത്തിന് മുകളിലുള്ള 10ഉം തമ്മിലാണ് ഗുണിക്കണം. ഓക്കെ, 10 ഗുണിക്കണം 10 ഇവിടെ എത്ര വരും? 100 അല്ലേ? 10 ഗുണിക്കണം. ഗുണനം മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. 1 മുതൽ 10 വരെയുള്ള ഗുണനം പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശ കണക്ക് ചെയ്യാൻ പറ്റും. 10 ഗുണിക്കണം 10 എത്രയാ? 100. ഇനി ഈ നേരെയുള്ള കോളം നോക്കിയേ, ഇതിന്റെ നേരെയുള്ള സംഖ്യയാണ് 10. അപ്പൊ ഈ 10ഉം ഈ കോളത്തിന് മുകളിലുള്ള സംഖ്യ 8 അല്ലേ? അപ്പൊ ഈ 10 ഗുണിക്കണം 8 എത്രയാ? 80. മനസ്സിലായോ? ഇനി അടുത്ത കോളം നോക്കുക. അടുത്ത കോളത്തിന്റെ നേരെയുള്ള സംഖ്യ 2. ഈ കോളത്തിന് നേരെ മുകളിലുള്ള സംഖ്യ 10. അപ്പൊ 2 ഗുണിക്കണം 10 എത്രയാ? 20. ഇതേപോലെ തന്നെ ഈ കോളത്തിന് നേരെയുള്ള സംഖ്യ തന്നെ 2. ഈ 2ഉം ഈ കോളത്തിന് നേരെയുള്ള മുകളിലുള്ള സംഖ്യ 8. അപ്പൊ 2 ഗുണിക്കണം 8 എത്രയാ? 16. മനസ്സിലായില്ലേ? ഇനി സെപ്പറേറ്റ് ഒരു ചതുരം വരക്കുക. കണ്ടോ, ഇതും തന്നെയാണ്, ചതുരമാണ്. നോക്കിയേ, 100 കൂട്ടണം 80 എത്രയാ? 180 അല്ലേ? ഇനിയോ 20 കൂട്ടണം 16 എത്രയാ? 36 അല്ലേ? അതെ, നമുക്കിത് കൂട്ടി എഴുതിക്കൂടെ? എത്രയാ? സ്ഥാനം നോക്കിയിട്ട് തന്നെ എഴുതണം. അപ്പൊ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. 6 കൂട്ടണം 0 എത്രയാ? 6. 8 കൂട്ടണം 3 11. ഒന്ന് ശിഷ്ടമില്ലേ? ഇവിടെ 1 ബാക്കിയുണ്ട്. ആ ശിഷ്ടം വീണ്ടും ഒപ്പം കൂട്ടാം. അപ്പൊ 1 കൂട്ടണം 3 എത്രയാ? 2. ടോട്ടൽ എത്ര കിട്ടി? 216. മനസ്സിലായില്ലേ? അപ്പോ 18 ഗുണിക്കണം 12 ചതുര രീതിയിൽ എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിച്ചു. ഈസിയാണ്. 2-3 കണക്കും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായി തോന്നും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാ? 13 ഗുണിക്കണം 15 അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 13 ഗുണിക്കണം 15. ആദ്യം എന്ത് ചെയ്യണം? ചതുരം വരച്ചു അല്ലേ? ആദ്യം ഒരു ചതുരം വരക്കുക. ഇവിടെ എത്ര എഴുതാം? ഇവിടെ 13, ഇവിടെ 15 എഴുതി. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇവിടെ 15 എഴുതാം, ഇവിടെ 13, അല്ലെങ്കിൽ ഇവിടെ 15 എഴുതാം, ഇവിടെ 13. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അടുത്തത് എന്ത് ചെയ്തു അല്ലേ? 13 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 10 + 3 ആണ് 13 അല്ലേ? അപ്പൊ ഇവിടെ എത്ര എടുക്കാം? ഇവിടെ 10 എടുക്കാം, ഇവിടെ 3 എടുക്കാം. മനസ്സിലായില്ലേ? 13 എന്ന് പറഞ്ഞാല് 10 കൂട്ടണം 3. അതേപോലെ തന്നെ 15 അറിയില്ലേ? എത്രയാ? 10 കൂട്ടണം 5. അതുകൊണ്ട് ഇവിടെ 10 3 എടുത്തു. ഇവിടെയോ അല്ലേ? 10ഉം 5ഉം. ഇനി എന്ത് ചെയ്യണം?
ഈ 10 ഗുണിച്ചിട്ട് ഇവിടെ എഴുതുക അല്ലേ. 10 ഗുണിക്കണം 10 100. ഇനി ഈ 10 ഈ 3 ഗുണിച്ചിട്ട് ഇവിടെ എഴുതണം. കണ്ടോ, ഈ കളത്തിന് നേരെയുള്ള 3ആണ് ഇത്. അപ്പോൾ ഈ 10 ഈ 3 ഗുണിച്ചിട്ട് ഇവിടെ എഴുതുക. അപ്പൊ 10 ഗുണിക്കണം 3 അല്ലേ 30. അറിയാം, ഗുണനം പഠിച്ചവർക്ക് ഈസി ആയിരിക്കും. 10 ഗുണിക്കണം 3 30. ഇനി ഈ 5 എടുക്കേണ്ടത് 5. ഈ കളത്തിന് നേരെയുള്ള സംഖ്യ 10. അപ്പൊ 5 ഗുണിക്കണം 10 എത്രയാ 50. അടുത്തതോ 5 ഗുണിക്കണം ഈ കളത്തിന് നേരെയുള്ള സംഖ്യ 3. അപ്പൊ 5 ഗുണിക്കണം 3 15. മനസ്സിലായില്ലേ? ഇനി അല്ലേ സമ്മ ചെയ്യാം അല്ലെങ്കിൽ കൂട്ടാം. നോക്കിയേ, 100 കൂട്ടണം 30 ഈസി അല്ലേ. എത്രയാ 130. ഇനിയോ 50 കൂട്ടണം 15 എത്രയാ 65. 50 കൂട്ടണം 15 എത്രയാ 65. ഇനി കൂട്ടിക്കൂടെ 5 കൂട്ടണം 0 എത്ര 5. 6 കൂട്ടണം 3 എത്രയാ 9. ഇവിടെ എത്ര ബാക്കിയുണ്ട് 1. അപ്പൊ എത്രയാ 195. ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ഈ 4 കളത്തിലെ സംഖ്യകൾ കൂട്ടാം. എത്രയാ 100 കൂട്ടണം 50 കൂട്ടണം 30 കൂട്ടണം 15. എത്ര കിട്ടും? 100 കൂട്ടണം 50 150. 150 കൂട്ടണം 30 എത്രയാ 180. 180 കൂട്ടണം 15 195. രണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ചതുര രീതിയിൽ ചെയ്യുന്നതാണ് എളുപ്പം എന്ന് തോന്നുന്നു അല്ലേ. നമുക്ക് വ്യക്തമായിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കണക്കൂട്ടാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ 17 ഗുണിക്കണം 16 അല്ലേ. 17 ഗുണിക്കണം 16. ആദ്യം എന്ത് വരച്ചു? ഒരു ചതുരം വരച്ചു അല്ലേ. ഇവിടെ എത്ര എഴുതി 17ഉം ഇവിടെ 16 എഴുതി. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്തു? അടുത്ത ചതുരം വരച്ചു. അടുത്ത ചതുരത്തിനാ അല്ലേ 17 നമുക്ക് എങ്ങനെ എഴുതാം 10 കൂട്ടണം 7. അതേപോലെ 16 10 കൂട്ടണം 6. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യും അല്ലേ. 2 സമഭാഗങ്ങളാക്കി. ഇവിടെ എഴുതി 10 ഇടാം. നമ്മൾ എത്ര എടുത്ത് 7 ആയത് അല്ലേ. 17 ആയതുകൊണ്ട് 7 എടുത്തു. ഇവിടെയോ ഇവിടെ 10 എടുത്തു. ഇവിടെ 6. മനസ്സിലായില്ലേ? ചതുരത്തിനെ മുറിച്ചു കോളങ്ങളാക്കി അല്ലേ. ഇവിടെ 10ഉം 7ഉം ഇവിടെ 10ഉം 6ഉം. ഇതൊക്കെ നേരത്തെ ഗുണിച്ച പോലെ തന്നെ ഗുണിക്കും. എത്രയാ 10 ഗുണിക്കണം 10 എത്രയാ 100. അടുത്തത് 10 ഗുണിക്കണം 7 70. അടുത്തതോ 6 ഗുണിക്കണം 10 60. അടുത്തതോ 6 ഗുണിക്കണം 7 എത്രയാ 42. മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യുക? ഇത് കൂട്ടിയിട്ട് എഴുതുക. ഓക്കെ, 100 കൂട്ടണം 70 എത്രയാ 170 അല്ലേ. 60 കൂട്ടണം 42 എത്രയാ 60 കൂട്ടണം 40 എന്ന് പറയുന്നത് എത്രയാ 100 അല്ലേ. പിന്നെ ഒരു ബാക്കി 2 ഉണ്ട്. അപ്പോൾ 102. മനസ്സിലായിട്ട് ഒന്നുകൂടെ എഴുതാം. 60 കൂട്ടണം 42 അല്ലേ. 2 2ഉം 0 കൂട്ടി എത്രയാണ് 2 ആണ്. ബാക്കി 6 കൂട്ടണം 4 എത്രയാ 10. അപ്പൊ എത്ര ഉത്തരം 102. ഇനി ഇത് തമ്മിൽ കൂട്ടിയാലോ? ഇനി ഇത് തമ്മിൽ കൂട്ടുക. 2 കൂട്ടണം 0 2. പിന്നെയോ 7 കൂട്ടണം 0 7. 1ഉം 1ഉം 2. എത്ര കിട്ടി 272 അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ 18 ഗുണിക്കണം 19 അല്ലേ. ഇതേ രീതിയിൽ തന്നെ ചെയ്യുക. ചതുരം വരക്കുക. ഇവിടെ എഴുതുക ഇവിടെ 18 എഴുതുക. ഇവിടെ 19 എഴുതുക. എന്നിട്ട് ആദ്യം ഒരു ചതുരം വരച്ചു. ഇതിനെന്ത് ചെയ്തു സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ എത്രയാ 18 അല്ലേ. സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത് ഇല്ലെങ്കിൽ 10 കൂട്ടണം 8 എന്ന് എഴുതി. അതേപോലെ 19നെയോ എങ്ങനെ എഴുതാം 10 കൂട്ടണം 9 അല്ലേ. അതുപോലെ ഇവിടെ 10ഉം 8ഉം ഇവിടെയോ 10ഉം 9ഉം. മനസ്സിലായില്ലേ? ഇനി ഇത് ഗുണിക്കുക. 10 ഗുണിക്കണം 10 100. ഈ കളത്തിന്റെ മുകളിലെ സംഖ്യ ഏതാ 8. ഈ കളത്തിന് നേരെയുള്ള സംഖ്യ 10. അപ്പൊ 10 ഗുണിക്കണം 8 80 അല്ലേ.
ഇനി ഈ കളത്തിന് നേരെയുള്ള സംഖ്യ 9 അല്ലേ? ഇതിന് നേരെയുള്ള മുകളിലെ സംഖ്യ ഏത്? 10. അപ്പൊ 9 ഗുണിക്കണം 10 90. അടുത്തതോ ഈ കളത്തിന് നേരെയുള്ള സംഖ്യ 9, ഈ കളത്തിന് മുകളിലെ സംഖ്യ 8. അപ്പൊ 9 ഗുണിക്കണം 8 എത്രയാണ്? പറഞ്ഞേ 72. മനസ്സിലായില്ലേ? ഇനി ഇത് കൂട്ടുക. 100 കൂട്ടണം 80 എത്രയാ? 180 അല്ലേ? 90 കൂട്ടണം 72 കൂട്ടി നോക്കാം. 90 കൂട്ടണം 72. 2ന്റെ ഒക്കെ 0 കൂട്ടിയാൽ 2, 9ന്റെ ഒക്കെ 7 കൂട്ടിയാൽ എത്രയാ? 16. അപ്പൊ എത്ര കിട്ടും? 162. എത്രയാ കിട്ടല്? 162. ഇനി കൂട്ടുക. 2 കൂട്ടണം 0 2, 8 കൂട്ടണം 6 എത്രയാ? 14. 14ന് 4 ഇട്ട് 1 ശിഷ്ടം വന്നു. 1ഉം 2ഉം 3 അല്ലേ? ഇവിടെ ഒരു ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, 2ആയി ശിഷ്ടം ഒന്നുണ്ട്. അപ്പൊ എത്രയാ? 342. മനസ്സിലായില്ലേ? പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 14 ഗുണിക്കണം 18 അല്ലേ? ചതുര രീതിയിൽ ചെയ്താലോ? ചതുരം വരച്ചു, ഇവിടെ 14 എഴുതി, ഇവിടെ 18 എഴുതി. നോക്കിയോ, ചതുരത്തിനെ 2 ഭാഗങ്ങളാക്കി അല്ലേ? 14 നമുക്ക് എങ്ങനെ എഴുതാം? 14 നമുക്ക് എങ്ങനെ എഴുതാം? 14 സമം 10 കൂട്ടണം 4 അല്ലേ? ഇതേപോലെ 18 നേരത്തെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാ? 10 കൂട്ടണം 8. അവിടെ നോക്കിയേ, ഇവിടെ 10 ഇട്ടു, ഇവിടെ 4 ഇട്ടു. ഇവിടെയോ? ഇവിടെ 10 ഇട്ടു, ഇവിടെ 4 ഇട്ടു, ഇവിടെ 8 ഇട്ടു അല്ലേ? ഇവിടെ 10 ഇട്ട് കൊടുത്തു, ഇവിടെ 8 ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഗുണിക്കാം. 10 ഗുണിക്കണം 10 100. 10 ഗുണിക്കണം 4 40. ഇനിയോ 8 ഗുണിക്കണം 10 80. 8 ഗുണിക്കണം 4 32. മനസ്സിലായില്ലേ? ഇതെന്ത് ചെയ്യുക? 100 കൂട്ടണം 40 എത്രയാ? 140. 80 കൂട്ടണം 32 കൂട്ടി നോക്കിയാലോ? 80 കൂട്ടണം 32. 2ന്റെ ഒക്കെ 0 കൂട്ടി എത്രയാ? 2. 8ന്റെ ഒക്കെ 3 കൂട്ടിയാല് 11. 112. എന്ത് കൂട്ടാം? 2 കൂട്ടണം 0 2, 4 1 5, 1 1 2. എത്ര കിട്ടി? 252. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 15 ഗുണിക്കണം 15 അല്ലേ? ഇതുവരെ വ്യത്യസ്ത സംഖ്യകളാണ് നമ്മൾ ഗുണിച്ചത്. ഇവിടെ എന്താ? ഒരേ സംഖ്യകൾ തമ്മിലുള്ള ഗുണനമാണ്. 15 ഗുണിക്കണം 15. നോക്കിയാലോ? ആദ്യം എന്ത് ചെയ്തു? ചതുരം വരച്ചു, ഇവിടെ 15 എഴുതി, ഇവിടെയും 15 എഴുതി അല്ലേ? 15 നമ്മൾ എങ്ങനെയാ മാറ്റി എഴുതല്? 10 കൂട്ടണം 5 15. ചതുരം സ്പ്ലിറ്റ് ചെയ്തു അല്ലേ? ചതുരം മുറിച്ചു, ഇവിടെ 10ഉം ഇവിടെ 5ഉം എഴുതി. അതുപോലെ തന്നെ ഇവിടെയോ? ഇവിടെ 10ഉം ഇവിടെ 5ഉം എഴുതി അല്ലേ? 10 ഗുണിക്കണം 10 എത്രയാ? 100. 10 ഗുണിക്കണം 5 50. ഇനിയോ 5 ഗുണിക്കണം 10 എത്ര വരും? 50. 5 ഗുണിക്കണം 5 25. ഇനി കൂട്ടിയാലോ? 100 കൂട്ടണം 50 150. 50 കൂട്ടണം 25 എത്രയാ? 75. കൂട്ടി നോക്കിയാലോ? 5 കൂട്ടണം 0 5, 7 കൂട്ടണം 5 12, 1 ശിഷ്ടം. ഇവിടെ ഒരു ഒന്നുണ്ട്, ഇവിടെ ഒരു ഒന്നുണ്ട്. അപ്പൊ എത്രയായി? 1ന്റെ ഒക്കെ 1 കൂട്ടിയാൽ 2. ഉത്തരം എത്ര കിട്ടി? 225. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 12 ഗുണിക്കണം 34 അല്ലേ? ഇതുവരെ ചെയ്ത പോലെയല്ല, ഇത് കുറച്ചൊന്നുണ്ട് വ്യത്യാസമുണ്ട് അല്ലേ? നേരത്തെ നമ്മൾ 10 കൂട്ടിയ കണക്കുകളാണ് അല്ലേ? 10 കൂട്ടിയ സംഖ്യകളാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇവിടെ എത്രയാ? 34 അല്ലേ? 30 കൂട്ടിയ സംഖ്യകളാണ് ഇവിടെ വരുന്നത് അല്ലേ? ഓക്കെ. 12 ഗുണിക്കണം 34 എങ്ങനെ എഴുതലേ? നമുക്ക് 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 കൂട്ടണം 2 34നെയോ? 34 സമം എത്രയാ? 30 കൂട്ടണം 4. മനസ്സിലായില്ലേ? അതേപോലെ എന്ത് ചെയ്യുക? ചതുരം വരച്ചു, ഇവിടെ 12 ഏത് വേണമെങ്കിലും എടുക്കാം.
34 എടുക്കാം. ഇവിടെ ഞാൻ 34 എടുത്തു. ഇവിടെ വേണമെങ്കിൽ 34 എടുക്കാം, ഇവിടെ 12 എടുക്കാം. ഇനി ശ്രദ്ധിച്ചോ, ചതുരത്തിന് എന്ത് ചെയ്തു? പകുതിയാക്കി. ചതുരത്തിന് എന്ത് ചെയ്തു? പകുതിയാക്കി. എത്രയാ? 34 നമുക്ക് ഇങ്ങനെ എഴുതാം, 30ഉം 4ഉം. അതേപോലെ 12ന് 10ഉം 2. എന്തെഴുതി? ഇവിടെ 30 എഴുതി, 4 എഴുതി, ഇവിടെയോ 10ഉം 2ഉം. ഇനി ഗുണിച്ചു നോക്കിയാലോ അല്ലേ? 30 ഗുണിക്കണം 10. ഒന്നും എന്ത് ചെയ്യാം, ഇവിടെ എത്ര 0 ഉണ്ടോ ആ 0 ഇവിടെ ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു 3 3. അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതി അറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് 30 ഗുണിക്കണം 10 ചെയ്താൽ മതി. ഗുണിച്ചാലോ ഒരു 0 അല്ലേ? 0ന്റെ അപ്പുറം 0 ഗുണിച്ചാൽ എത്രയാ? 0. 3 ഗുണിക്കണം 0 എത്ര? 0. 1 ഗുണിക്കണം 0 0. 1 ഗുണിക്കണം 3 3. എത്ര കിട്ടും? 300 അല്ലേ? ഇപ്പൊ ഇവിടെ എത്ര എഴുതാം? 300. ഇനി 10 ഗുണിക്കണം 4 എത്രയാ? 40 അല്ലേ? ഇനി 2 ഗുണിക്കണം 30 അല്ലേ? 2 ഗുണിക്കണം 30 എത്ര നമുക്കറിയാം, ഒരു 0 ഉണ്ട് ഇതിൽ, ആ 0 ഇവിടെ ഇട്ടെടുക്കുക. 2 ഗുണിക്കണം 3 എന്നത് 6 60 ആണ്. നിങ്ങൾ ഡയറക്റ്റ് ഈ രീതിയിൽ ഗുണിച്ച് ചെയ്താലും മതി. 30 ഗുണിക്കണം 2 എത്രയാ? 60. അടുത്ത നോക്കിയേ, 2 ഗുണിക്കണം 4 എത്രയാ? 8 അല്ലേ? ഇനി എന്ത് ചെയ്യണം? കൂട്ടണം. കൂട്ടി നോക്കിയാലോ? 300 കൂട്ടണം 40 എത്ര കിട്ടും? 340. 60 കൂട്ടണം 8 68. ഇനി കൂട്ടാം. 8-നൊക്കെ 0 കൂട്ടി എത്രയാ? 8. 6-നൊക്കെ 4 കൂട്ടിയാല് 10. 1 ശിഷ്ടമുണ്ടല്ലേ, അത് ഇവിടെ ഇട്ടു. 3 3 4 എത്ര കിട്ടി? 408. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ എന്താ? 23 ഗുണിക്കണം 45 അല്ലേ? ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ ക്വസ്റ്റ്യന്റെ രീതികൾ മാറി മാറി വരുന്നുണ്ട് അല്ലേ? ഇവിടെ 23 ഗുണിക്കണം 45 ആണ്. നേരത്തെ 12 ഗുണിക്കണം 18, 19 ഗുണിക്കണം 16 അങ്ങനെയൊക്കെയാ വന്നുണ്ടായത്. ഇവിടെ നോക്കിയേ, 23 ഗുണിക്കണം 45 ചെയ്ത് നോക്കിയാലോ? ഈസിയാണ്. എങ്ങനെ ചെയ്യുക അല്ലേ? ഇവിടെ 23 എടുത്തു, ഇവിടെയോ 45 എടുത്തു. 23 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 23 സമം 20 കൂട്ടണം 3 അല്ലേ? 10കൾ എടുത്തിട്ട് ചെയ്താൽ മതി. 23-ന് 20ഉം 3 1കളും. അതേപോലെ 45-ന് എങ്ങനെ എടുക്കാം അല്ലേ? 4 10കൾ 40 കൂട്ടണം 5 1കൾ അല്ലേ? എന്നിട്ടോ ചതുരം വരച്ചു. ചതുരം വരച്ചിട്ട് അല്ലേ കോളങ്ങളാക്കി. എന്നിട്ടോ ഇവിടെ എത്ര എഴുതി? 20, ഇവിടെ 3, ഇവിടെയോ ഇവിടെ എത്രയാ? 40ഉം ഇവിടെ 5. ഇനി ഗുണിക്കാം അല്ലേ? 2 0 ഉണ്ട്, 2 0 ഇവിടെ ഇട്ട് കൊടുക്കാം. 4 ഗുണിക്കണം 2 8. ഞങ്ങൾ എന്ത് ചെയ്താൽ മതി? 40 ഗുണിക്കണം 20 ചെയ്ത് നോക്കിയാലും മതി. നോക്കിയേ, 0 ഗുണിക്കണം 0 0, 0 ഗുണിക്കണം 4 0, 2 ഗുണിക്കണം 0 0, 2 ഗുണിക്കണം 4 8. എത്ര കിട്ടി? 800 അല്ലേ? 800 അല്ലെങ്കിൽ 800 എഴുതിയില്ലേ? നോക്കാം. 40 ഗുണിക്കണം 3 അല്ലേ? ഇവിടെ ഒരു 0 ഉണ്ട്, ആ 0 അങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ 4 ഗുണിക്കണം 3 എത്രയാ? 12. അങ്ങനെയും ചെയ്യാം. എങ്ങനെയാ? 40 ഗുണിക്കണം 3 നോക്കിയേ, 0 ഗുണിക്കണം 3 എത്രയാ? 0, 4 ഗുണിക്കണം 3 12, 120. നോക്കിയേ, 20 ഗുണിക്കണം 5 അല്ലേ? അതെ, ഇവിടെ ഒരു 0 ഇല്ല, 0 ഇവിടെ ഇട്ടെടുത്തു. 5 ഗുണിക്കണം 2 എത്രയാ? 10. കിട്ടിയില്ലേ? 100. എങ്ങനെ ചെയ്താൽ മതി? ഡയറക്റ്റ് 20 ഗുണിക്കണം 5 ചെയ്താൽ മതി. 0 ഗുണിക്കണം 5 0, 5 ഗുണിക്കണം 2 10. എത്ര കിട്ടി? 100. നോക്ക്, 5 ഗുണിക്കണം 3 എത്രയാ? 15 അല്ലേ? 5 ഗുണിക്കണം 3 എത്ര കിട്ടി? 15. ഇനി എന്ത് ചെയ്യണം? പിന്നെ നമുക്ക് കൂട്ടാം അല്ലേ? ആഡ് ചെയ്യാം. 800 കൂട്ടണം 120 അല്ലേ? 800 കൂട്ടണം 120. ഓക്കേ,
ഒന്നെങ്കിൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ മനക്കണക്കാക്കി ചെയ്യാം. ഇവിടെ ഒരു 100 ഉണ്ട് അല്ലേ, അപ്പൊ 800ന്റെ ഒക്കെ ഒരു 100 കൂട്ടിയാൽ 900, 900ന്റെ ഒക്കെ 20 കൂട്ടിയാൽ 920. അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് കൂട്ടിയിട്ട് തന്നെ ചെയ്യാം. 0 കൂട്ടണം 0 0, 2 കൂട്ടണം 0 2, 8 കൂട്ടണം 1 9. എത്ര കിട്ടി? 920. അല്ലേ? ഇനി നോക്കിയേ, 100 കൂട്ടണം 15 എത്ര കിട്ടും? 115 അല്ലേ? ഇനി കൂട്ടി നോക്കിയാലോ, 5 കൂട്ടണം 0 5, 2ന്റെ ഒക്കെ 1 കൂട്ടിയാൽ 3, 9 1 10 അല്ലേ? അപ്പൊ എത്ര കിട്ടി? 1035. എത്ര കിട്ടിയത്? 1035. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 75 ഗുണിക്കണം 75. 75 ഗുണിക്കണം 75. 75 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 75 സമം 70 കൂട്ടണം 5. എഴുതിക്കൂടെ? 7 10കളും 5 1കളും. ഇനി ചതുരം വരച്ചാലോ? ഇവിടെ 75 എഴുതി, ഇവിടെയും എത്ര എഴുതി? 75. നോക്കിയേ, 7 10കളും 5 1കളും. അപ്പൊ ഇവിടെ എത്ര എഴുതി? 70 5. അതേപോലെ ഇവിടെയും എഴുതി 70 5. ഗുണിച്ചൂടെ അല്ലേ? രണ്ടിലും 2 0 ഉണ്ട്. ആ 2 0 അങ്ങനെ ഇട്ട് കൊടുത്തു. ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. ആ 2 0കളും ഇതിലിട്ട് കൊടുത്തു. പിന്നെ ഒന്ന് മാത്രമേ ഗുണിക്കൊണ്ടു. 7 ഗുണിക്കണം 7 എത്രയാ? 49 കേട്ടോ. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ചെയ്യാം. ഇത് അറിവിലും എന്ത് ചെയ്യാം? നമ്മുടെ സാധാരണ ഗുണന രീതി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. 0 ഗുണിക്കണം 0 0, 0 ഗുണിക്കണം 7 0, 7 ഗുണിക്കണം 0 0, 7 ഗുണിക്കണം 7 എത്രയാ? 49. എത്ര കിട്ടും? 4900 അല്ലേ? ഇത് 4900. മനസ്സിലായില്ലേ? ഇനി 70 ഗുണിക്കണം 5 നോക്കിയേ, ഇവിടെ ഒരു 0 ഇല്ലേ? ആ 0 അങ്ങനെ ഇട്ട് കൊടുത്തു. മനസ്സിലായില്ലേ? ഇനി 7 ഗുണിക്കണം 5 എത്രയാ? 35. ഇങ്ങനെ ചെയ്തെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 70 ഗുണിക്കണം 5 ഡയറക്റ്റ് ചെയ്ത് നോക്കുക. 5 ഗുണിക്കണം 0 0, 7 5 35 350. നോക്കിയേ, 70 ഗുണിക്കണം 5 എത്രയാ? 350 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെയോ 5 ഗുണിക്കണം 5 എത്രയാ? 25. കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് കൂട്ടി നോക്കാം. 4900 350 എന്ത് ചെയ്യണം? കൂട്ടണം. കൂട്ടിയാലോ? 4900 4900 അല്ലെങ്കിൽ 4900 അല്ലേ? 4900 ഏതൊക്കെയാ കൂട്ടിട്ടത്? 4900ഉം 350ഉം കൂട്ടണം. കൂട്ടിയാലോ? 4900 കൂട്ടണം എത്രയാ? 350. 0ന്റെ 0 കൂട്ടിയാൽ 0, 5ന്റെ ഒക്കെ 0 കൂട്ടിയാലോ? 5, 9ന്റെ ഒക്കെ 3 കൂട്ടിയാൽ 12, 1 ശിഷ്ടമുണ്ട്. 4 1 5. എത്ര കിട്ടി? 5250. മനസ്സിലായില്ലേ? അടുത്ത എത്രയാ? 350 കൂട്ടണം 25. 5ന്റെ ഒക്കെ 0 കൂട്ടി എത്രയാ? 5, 5ന്റെ ഒക്കെ 2 കൂട്ടിയാൽ 7, പിന്നെ 3 ബാക്കിയുണ്ട്. ആ 3 അങ്ങനെ താഴെ എടുത്തെഴുതുക. അപ്പൊ എത്ര കിട്ടും? 375. കൂട്ടിയാലോ? 5ന്റെ ഒക്കെ 0 കൂട്ടി എത്രയാ? 5, 7ന്റെ ഒക്കെ 5 കൂട്ടിയാ 12, 12 2 ഇവിടെ ഇട്ടു. 1 ശിഷ്ടം. 2 3 3, 3 3 6. ബാക്കി 5 ഇവിടെ എടുത്തിട്ട് എത്ര കിട്ടി? 5625. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 123 ഗുണിക്കണം 45 അല്ലെ? ഇതുവരെ നമ്മ 2 അക്ക സംഖ്യകളാണ് ചെയ്തത്. ഇനി നോക്കിയേ, നമ്മ 3 അക്ക സംഖ്യകൾ ഉൾപ്പെടുത്തി ചതുര രീതിയിൽ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നോക്കിയേ, 123. നമുക്ക് 123 എങ്ങനെ എഴുതാം? ശ്രദ്ധിച്ചോ അല്ലേ? ഇത് 1ന്റെ സ്ഥാനം, 10ന്റെ സ്ഥാനം, 100ന്റെ സ്ഥാനം അല്ലേ? എത്ര ഒന്നുകളുണ്ട്? 3 ഒന്നുകൾ. എത്ര പത്തുകളുണ്ട്? 2 പത്തുകൾ. എത്ര നൂറുകളുണ്ട്? 1 100 അല്ലേ? അപ്പൊ എന്താ? 100
കൂട്ടണം എത്ര പത്തുകളാ? 2 പത്തുകൾ. 2 പത്തുകൾ ചേർന്നാൽ എത്രയാ? 20. കൂട്ടണം എത്ര ഒന്നുകൾ? 3 ഒന്നുകൾ. 3. മനസ്സിലായില്ലേ? ഇനി അതേപോലെ 45 എഴുതിക്കൂടെ? 45 എങ്ങനെ എഴുതാം? 4 പത്തുകൾ. 40 കൂട്ടണം 5 ഒന്നുകൾ അല്ലേ? ഇനി ചതുരം വരക്കാം. ചതുരം വരച്ചു. ഇവിടെ എത്ര എഴുതി? 123. ഇവിടെ 45. ശ്രദ്ധിച്ചോ? നൂറുകളുണ്ട്, പത്തുകളുണ്ട്, ഒന്നുകളുണ്ട് അല്ലേ? അപ്പൊ എത്ര കോളം വേണം? 3 കോളം വേണം. അതുപോലെ തന്നെ 45 ആകുമ്പോ എത്രയാ? 45 ആകുമ്പോ 4 10 40 കൂട്ടണം 5 ഒന്നുകൾ. അപ്പൊ ഇവിടെ എത്ര വേണ്ടത്? 2 കോളം അല്ലേ? അല്ലേ? ഇങ്ങനെ 3 കോളവും ഇങ്ങനെ 2 കോളം. നോക്കാം. ഇവിടെ എത്ര വരും? 40ഉം ഇവിടെ 5ഉം. ഇവിടെയോ 100 20 20 ഇവിടെ 3 അല്ലേ? 100 20 പിന്നെ 3 ഒന്നുകൾ 3. ഇവിടെ നോക്കിയേ 4 പത്തുകൾ 40 പിന്നെ 5 ഒന്നുകൾ. ഇനി ഗുണിച്ചൂടെ? ഇവിടെ എത്ര പൂജ്യം ഉണ്ട്? 1 2 3 3 പൂജ്യം അല്ലേ? 3 പൂജ്യം ഇട്ട് എടുത്തു. ഒരു 4 4 4000. ഇനി എന്ത് ചെയ്യാം? 100 ഗുണിക്കണം 40 ചെയ്ത് നോക്കിയാലും മതി. 0 ഗുണിക്കണം 0 0 0 ഗുണിക്കണം 0 0 0 ഗുണിക്കണം 1 0 4 ഗുണിക്കണം 0 0 4 ഗുണിക്കണം 0 0 4 ഗുണിക്കണം 1 4. ഓക്കെ 0 0 0 4 എത്ര കിട്ടി? 4000 അല്ലേ? ഇനി നോക്കിയേ 40 ഗുണിക്കണം 20 അല്ലേ? ഈ കോളത്തിന് നേരെ ഈ സൈഡിലുള്ളത് 40, ഇത് നേരെ മുകളിലുള്ള സംഖ്യ 20. ഓക്കെ 2 പൂജ്യം ഇല്ലത്? 2 പൂജ്യം ഇവിടെ ഇട്ട് കൊടുത്തു. പിന്നെ 4 ഗുണിക്കണം 2 8 800 അല്ലേ? നിങ്ങൾ എന്ത് ചെയ്താൽ 40 ഗുണിക്കണം 20 ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ 0 ഗുണിക്കണം 0 0 0 ഗുണിക്കണം 4 0 2 ഗുണിക്കണം 0 0 2 ഗുണിക്കണം 4 8 കിട്ടും 800. മനസ്സിലായില്ലേ? ഇവിടെ കിട്ടി. നോക്കിയേ 40 ഗുണിക്കണം 3 ഇവിടെ ഒരു 0 അങ്ങനെ ഇട്ട് കൊടുത്തു. 4 ഗുണിക്കണം 3 എത്രയാ? 12. എത്ര കിട്ടി? 123. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? 40 ഗുണിക്കണം 3 ഈ രീതിയിൽ തന്നെ ചെയ്യാം. നോക്കിയേ 5 നൂറുകൾ അല്ലേ? 5 നൂറുകൾ ചേർന്നാൽ എത്രയാ? 500. 5 ഗുണിക്കണം 100 500. 5 ഗുണിക്കണം 20 എത്രയാ? ഓക്കെ 20 ഗുണിക്കണം 5 ഓക്കെ 0 2 10 100. ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ ഈ 0 ഇട്ട് കൊടുക്കുക 2 10 എത്ര കിട്ടും? 100. ഇനി 5 ഗുണിക്കണം 3 അല്ലേ? എത്രയാ? 15. എന്ത് ചെയ്യണം? ഇതെല്ലാം മൊത്തം കൂട്ടുക. ഓക്കെ 4000 വേണമെങ്കിൽ സെപ്പറേറ്റ് കൂട്ടി കാണിക്കാം. 4000 അത് കഴിഞ്ഞിട്ടോ 800 സ്ഥാനം നോക്കി എഴുതണം. എന്നാൽ നമുക്ക് എളുപ്പത്തിൽ കൂട്ടാൻ പറ്റും. പിന്നെയോ 120 അല്ലേ? നോക്കിയേ 0 0 0 2 അപ്പൊ എത്ര കിട്ടി? 2 8ന്റെ ഒക്കെ 1 കൂട്ടിയാൽ 9 4 എത്ര കിട്ടി? 4920 അല്ലേ? അടുത്ത നോക്ക് 500 500ന്റെ 100 കൂട്ടി എത്രയാ? 600 600ന്റെ 15 കൂട്ടിയാല് 615. ഇനി കൂട്ടിക്കൂടെ താഴോട്ടെ 5ന്റെ 0 കൂട്ടിയാലോ 5 1ന്റെ 2 കൂട്ടിയാലും 3 9ന്റെ 6 കൂട്ടിയാ എത്ര? 15 15ന്റെ 5 ഇവിടെ ഇട്ടു 1 ശിഷ്ടം 4 1 5 എത്ര കിട്ടി? 5535. ഓക്കെ 5ന്റെ 0 കൂട്ടിയ 5 ആണ് 2 3 3 9ന്റെ 6 കൂട്ടിയ 15ന്റെ 5 ഇവിടെ ഇട്ടു 1 ശിഷ്ടം വന്നു 4 1 5 എത്ര കിട്ടി? 5535. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 320 ഗുണിക്കണം 78 എത്രയാ? 320 ഗുണിക്കണം 78. ഇത് നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലേ? 320 അല്ലേ? ഇത് 1ന്റെ സ്ഥാനാണ് 10ന്റെ സ്ഥാനം 100ന്റെ സ്ഥാനം എത്ര
പിന്നെ നൂറുകളുണ്ട്? 3 നൂറ് അല്ലേ? അപ്പൊ 300 കൂട്ടണം. എത്ര പത്തുകളുണ്ട്? 2 പത്തുകൾ 20 അല്ലേ? ഇവിടെ 1ന്റെ സ്ഥാനത്ത് എന്താ? 0, അതുകൊണ്ട് അത് വേണ്ട. അടുത്ത സംഖ്യ ഏതാ? 78. ഓക്കെ, 78 എത്ര? 7 പത്തുകൾ 70. 8ന്റെ സ്ഥാനം അല്ലേ? 8 തന്നെ 7ന്റെ സ്ഥാനം, 1ന്റെ സ്ഥാനം. അപ്പൊ 8 ഒന്നുകൾ. ഇനി ചതുരം വരച്ചൂടെ? ചതുരം വരച്ചു. ഇവിടെ എത്ര എഴുതി? 320. ഇവിടെ 8. അതിനുശേഷം വരച്ചു അല്ലേ? നോക്കിയേ, എത്ര ഇത് വേണം? കോളം വേണം, 2 കോളം അല്ലേ? അതുകൊണ്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ എങ്ങനെ 2 കോളം? അതുകൊണ്ട് ഇവിടെയും സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ എത്ര എഴുതാം? 300 പിന്നെയോ 20 അല്ലേ? 300 20. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ എത്ര വരും? 70 പിന്നെയോ 8. എത്ര പൂജ്യം ഉണ്ട്? 1 2 3 പൂജ്യം. ആ 3 പൂജ്യം ഇവിടെ ഇങ്ങനെ ഇട്ടു കൊടുത്തു. 7 3 എത്രയാ? 21 അല്ലേ? ഇങ്ങനെ എളുപ്പ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡയറക്റ്റ് 300 ഗുണിക്കണം എത്രയാ? 70. ഓക്കെ, 0 0 ഈ 0 ഈ 0 ഗുണിച്ചാൽ എത്രയാ? 0. ഈ 0 3 ഗുണിച്ചാലും 0. 7 ഗുണിക്കണം 0 0. 7 ഗുണിക്കണം 0 0. 7 ഗുണിക്കണം 3 21 അല്ലേ? 0 0 0 21. എത്ര കിട്ടി? 21,000. അടുത്ത് നോക്കേ, 70 20 അല്ലേ? 2 0 ഉണ്ടായ 2 0 അങ്ങനെ ഇട്ട് കൊടുക്കാം. 7 ഗുണിക്കണം 2 പറഞ്ഞാൽ എത്രയാ? 14. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? 70 ഗുണിക്കണം 20 ചെയ്ത് നോക്കിയാൽ മതി. 0 0 അല്ലേ? 2 ഗുണിക്കണം 0 0. 7 ഗുണിക്കണം 2 എത്രയാ? 14. എത്ര കിട്ടി? ഓക്കെ, 1400 അല്ലേ? അടുത്ത് നോക്കിയേ, 8 ഗുണിക്കണം 300 അല്ലേ? 2 0 ഉണ്ട്, അങ്ങനെ ഇട്ട് കൊടുക്കുക. 8 ഗുണിക്കണം 3 എത്രയാ? 24. നമുക്ക് വേണമെങ്കിൽ ഇത് ഈ രീതിയിൽ ചെയ്തു കൊടുക്കാം. അടുത്ത നോക്കിയേ, 20 ഗുണിക്കണം 8 അല്ലേ? ഇവിടെ ഒരു 0 ഉണ്ട്, ആ 0 ഇങ്ങനെ എടുത്ത് എഴുതുക. 8 ഗുണിക്കണം 2 എത്രയാ? 16. മനസ്സിലായില്ലേ? എളുപ്പ രീതി പഠിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. വേഗം നമുക്ക് കണക്ക് ചെയ്ത് കൂട്ടാൻ പറ്റും. നോക്കാം, കൂട്ടി നോക്കിയാലോ? 21,000 കൂട്ടണം 1400 അല്ലേ? 21,000 കൂട്ടണം 1400. കൂട്ടി നോക്കാം. 21,000 കൂട്ടണം 1400. 0 0 4 0 കൂട്ടി എത്രയാ? 4 1 3 2 2. എത്ര കിട്ടി? 22,400 അല്ലേ? അടുത്ത് നോക്ക്, 2400 160. 2400 കൂട്ടണം 160. 0 0 കൂട്ടിയ 0, 6 0 കൂട്ടിയ 6, 4 1 കൂട്ടിയ 5 2. എത്ര കിട്ടി? 2500. സ്ഥാനം നോക്കിയിട്ട് തന്നെ എഴുതുക. 2560 അല്ലേ? ഇത് കൂട്ടിയാലോ? 0 0 കൂട്ടി എത്രയാ? 0. 6 0 6. 5 4 9. 2 2 4. എത്ര ബാക്കി? 2. അപ്പൊ എത്ര കിട്ടി? 24,960 അല്ലേ? വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നോക്കേ, ഇവിടെ 22,400 അല്ലേ? അപ്പൊ 22,000 2000. എത്ര കിട്ടി? 22,000 2000 എത്രയാ? 24,000. 24,000 അല്ലേ? ഇവിടെ 400 ഉണ്ട്, ഇവിടെ 500 ഉണ്ട്. അപ്പൊ എത്ര കിട്ടി? 900. അപ്പൊ 24,960 ബാക്കിയുണ്ട് 60. ഇങ്ങനെ മനക്കണക്കാക്കിയിട്ട് കൂട്ടി നോക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ ഡയറക്റ്റ് കൂട്ടാനും പഠിക്കണം. മനസ്സിലായില്ലേ? ഇനി ഇന്ന് പഠിപ്പിച്ച ഈ കണക്ക് അല്ലെ ചതുര രീതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്ത് ചെയ്താൽ മതി? 1 മുതൽ 10 വരെയുള്ള ഗുണനം എന്ത് ചെയ്യുക? മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക മക്കൾ. കേട്ടില്ലേ? 1 മുതൽ 10 വരെയുള്ള ഗുണനം പഠിച്ചാൽ തന്നെ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, സിമ്പിളാണ്. മനസ്സിലായില്ലേ? ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.